തിത്തോസ് ഒന്നിലും ഒന്ന് വായിച്ചില്ലേ? 15-16 വായിച്ചില്ലേ? നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ്. കണ്ടോ അവിടെ? ഇപ്പൊ നിങ്ങൾ തന്നെ ഇവാഞ്ചലൈസേഷൻ പോയാണ്. നിങ്ങളൊരു 5 സഹോദരന്മാരും 3 സഹോദരികളും കൂടി പോയാണ് അടിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർ കണ്ടാലും നിങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് പിന്നെ എന്തെല്ലാം അപവാദങ്ങളുണ്ടാകും. കണ്ടോ? അതുകൊണ്ട് ആ വചനം വായിക്കും. പോലെ എന്താ പറയണം? തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇവരെല്ലാം ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്, നിഷേധിക്കുകയാണ്. പിന്നെ അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സൽപ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ്. ഒരു സൽപ്രവർത്തിക്കും അത് ഒന്നുകൂടി 15 ആയത്. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്. മലിന ഹൃദയർക്ക് മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. ഒന്നും നിർമ്മല. അതുകൊണ്ട് പച്ചക്കണ്ണാടി കൂടി കണ്ടാൽ അതുകൊണ്ട് ആത്മാവിനെ അല്ലാത്തവര് എല്ലാം ജഡത്തിലേ കാണുള്ളൂ. 1 കൊരിന്ത്യർ 14 അതുകൊണ്ട് മിസ്റ്റർ പൗലോസ് പറയണം എല്ലാം പോഷകരമാണ്. ഇപ്പൊ നിങ്ങളെല്ലാം ഈശ്വരൻ ശക്തിയെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ അറിയാൻ തുടങ്ങിയത് അല്ലേ? 1 കൊരിന്ത്യർ അധ്യായം കാണാപ്പുറം പഠിച്ചതെന്ന് പതുക്കെ പൊങ്ങുള്ളൂ കേട്ടോ. ആ ഒരു 1.5-18 മാസം കഴിയുമ്പോഴൊക്കെ വരുമല്ലോ. അതുവരെ ഇങ്ങനെ നീന്തി എഴുതിയൊക്കെ നടക്കും. ഒറ്റക്കെട്ട് വരെ അടി കിട്ടുമല്ലോ. അപ്പൊ ഒന്നുകൂടി പഠിക്കാം. അടിയൊക്കെ മാറിനൊക്കെയല്ല പോകണം. ഇല്ലേ? വേറെ ആരുണ്ട്? നല്ല അടി കിട്ടുമ്പോഴോ ഏറ്റവും നല്ല അടി കിട്ടുന്ന ആള് കൂടുതൽ മുന്നിൽ വരും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിച്ചിട്ടുള്ള കൈ നോക്കാം. അവർ തീർച്ചയായിട്ടും മുന്നിൽ വരും. നല്ല പീഡനം കിട്ടും വ്യാജമായി. അതാണ് പക്ഷെ പറഞ്ഞില്ലേ മത്തായി 10-12 വായിച്ചു സംരക്ഷിക്കുക വ്യാജമായിട്ടെല്ലാം പറയുന്നു. 1-10-19 എന്താ പറഞ്ഞു? കൃപ കിട്ടും. പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ടോ? അനുഗ്രഹം കാരണമാണ്. ശരിക്ക് അപ്പനെ അമ്മയെ ബഹുമാനിച്ചാൽ വളരെ ഡേഞ്ചർ, വലിയ ഉദാശയാണ്, വലിയ കൃപ, വലിയ അത്ഭുതമാണ് കേട്ടോ. പ്രഭാഷകൻ 3 വായിച്ചിട്ട് ഈ പ്രഭാഷകൻ 26 വായിക്കാം. 21-3 വരെ ഭർത്താക്കന്മാർ അല്ലേ? എങ്ങനെയാണ് അതൊന്നും അറിയട്ടെ. 26 വരെ 3 വായിക്കാം. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അതായത് ഭാര്യ ഭർത്താവിനാണെങ്കിലേ ഭയങ്കര ഭാഗ്യമാണ്. അവന്റെ ആയുസ് ഇരട്ടിക്കും. ആയുസ് വേറെ ഇനി ഒന്നും വേണ്ട, ആരോടും ചോദിക്കണ്ട കേട്ടോ. ആയുസ് ഇരട്ടിക്കും. പിന്നെ വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും ഭാര്യ. അല്ലെങ്കിൽ ഭർത്താവിന്റെ പള്ളിക്ക് കയറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴും ഭർത്താവ് എന്ത് ചെയ്യും? അവൻ സമാധാനം കിട്ടാൻ നടക്കും. അവരൊരു വീട്ടിലേക്ക് കിട്ടുള്ളൂ. ഓണെടുത്തല്ലോ അവര് താത്താൻ പറയും പോയി അടിയടാ, നീ അടിച്ചിട്ട് വന്ന് അവർക്ക് 2 കൊടുക്ക്. അവളെ മാത്രമല്ല അവളുടെ അമ്മയും 2 തെറി പറയണം. അതാണ് അമ്മായിമ്മയൊക്കെ തെറി വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഭാര്യകൾ മുഴുവനും കുറ്റങ്ങളായി, മുഴുവനും ഭാര്യ കുറ്റങ്ങൾ ഇല്ലേ? കുറ്റങ്ങൾ ഇതൊക്കെ നിങ്ങൾ ദൈവം പഠിപ്പിക്കും ഒരു സ്ഥലത്തുണ്ട്. അപ്പൊ നിങ്ങളൊന്നും അപ്സെറ്റ് ആകരുത് കേട്ടോ. ഈശ്വര പ്രവർത്തനമായി ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. ഉത്തമമായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തമമായ ഭാര്യ ഉണ്ടെങ്കിൽ മഹത്തായ അനുഗ്രഹമാണ് കേട്ടോ. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. കർത്താവിനെ ഭയപ്പെടാൻ വേണ്ടോ? ഉത്തമമായ ഭാര്യമാണ് കർത്താവിന് ഭയപ്പെടണം. ഭയപ്പെട്ട കിട്ടുന്ന വലിയ ദാനമാണ്. അതാണ് ഈ സങ്കീർത്തനം 127 ഒന്ന് വായിച്ചിട്ടുണ്ട്. മക്കളൊക്കെ ഉണ്ടാകാതിരിക്കണമെന്ന് കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് കണ്ടോ. അടുത്താലോ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കണ്ടോ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. അത് പ്രിയപ്പെട്ടവരായി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാൽ എല്ലാം ഉണ്ടായിക്കോളും കേട്ടോ. ഈ കിടന്ന് ഓടിയും വേണ്ട പണം ഉണ്ടാക്കാനായിട്ട്. ദൈവം എല്ലാം ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ ഇടുന്ന ബാങ്ക് പൊട്ടിപ്പോവുകയില്ല. അല്ലെങ്കിൽ ആ ഫൈനാൻസുകാരൻ കിടന്നുകളെ
അപ്പോഴാണ് ഓട്ടം. അല്ലെങ്കിൽ പറയാം പുതിയ സ്കീം വന്നിട്ടുണ്ട്. എത്ര ഇരട്ടിയാണ് കിട്ടുന്നത്? ഇരട്ടിയുടെ ഇരട്ടി കിട്ടും. ഒരു കൊല്ലം കൊണ്ടെന്ന് പറയുമ്പോ അവിടെ കൊണ്ടേ പോകണം ഒക്കെ പറ്റുന്നതാ. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പൊ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സമ്മാനം കണ്ടോ? യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനായി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. കണ്ടോ? മക്കളെ ഉടലുണ്ടെങ്കിൽ മക്കളെന്നതാണ്. ഇത് മക്കളെ കൊല്ലിയല്ല. ഒന്നാം ദൈവം സമ്മതിക്കും. ദൈവം സമ്മതിക്കല്ല. ദൈവം തരുന്ന ആത്മാവാണ് സഭാപ്രസംഗം. ദൈവം തരുന്ന ആത്മാവാണ് തൊടാൻ സമ്മതിക്കില്ല. അതെ. ആ 29 6 വാക്യത്തിൽ ജീവരക്തത്തിന് മനുഷ്യരോട് ഞാൻ കണക്ക് ചോദിക്കുന്നു. ഇത് കൗൺസിലേഴ്സൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അല്ലേ? അറിയാമല്ല. ജ്ഞാനം 12 6. ഞാൻ തൊടാൻ അധികാരമില്ല. ആ മക്കളുണ്ടാകുന്നതിന് വലിയൊരു എളുപ്പമാർക്കുമുണ്ട്. എന്താണ്? ഒരു കൗൺസിലർ 2:15 ചില കൗൺസിലറാണ് വായിക്കും. വെറുതെ കൗൺസിലറായ പറ്റി ഭാര്യയും ഭർത്താവും ഒരാൾ പോകണ്ട. ശരിക്കും സ്മോൾ അടിച്ചിട്ടും വന്നിട്ട് പ്രാർത്ഥനക്കാരനായിട്ട് നടന്ന സ്ത്രീ വിനയത്തോടെ വിശ്വാസത്തിലും സ്ത്രീ വിനയത്തോടെ വിനയം വേണം. അപ്പൊ നല്ല ഡ്രസ്സൊക്കെ കൊടുക്കണം. മര്യാദ മുടി തല മൂടണം. മൂടണം. ആ വിനയം വേണം. പിന്നെ വിശ്വാസത്തിലും വിശ്വാസം വേണം. വിശ്വാസം വേണം. പിന്നെ സ്നേഹത്തിലും സ്നേഹം വേണം. ഭർത്താവിനോട് മക്കൾ എല്ലാവരും, ഭർത്താവിന്റെ ആൾക്കാരോട് എല്ലാവരും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. ഈ ഒരൊറ്റ പാനം കൊടുത്താൽ മതി. രണ്ടുപേരും വരണം. ഒരാൾക്കല്ല. ഭാര്യ ഭർത്താവ് 2 ആണോ 3 ആണോ 4 ആണോ? ഒന്നാണ്. എവിടെ? ഉൽപ്പത്തി 2:24. ഉൽപ്പത്തി 2:24. അത് ഈശോ പറഞ്ഞേക്കണം. മത്തായി 19. ഭാര്യ ഭർത്താവ് 2 2 പൊരുളായി. കണ്ടോ? സെപ്പറേഷൻ ഒന്നാണ്. പക്ഷെ ഒന്നാണ്. അപ്പൊ കർത്താവിന്റെ കൃപയാണ്. എല്ലാം കർത്താവിന്റെ കൃപയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രഭാഷണം വായിക്കാൻ. കേട്ടോ? അപ്പന് 3-ാം അധ്യായത്തിൽ 1 തൊട്ട് 14 വരെയുള്ള വായന വായിക്കുമ്പോൾ നമുക്ക് എന്താണ്? കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? പിതാവിനെ ബഹുമാനിക്കുക. അതുകൊണ്ടാണ് മത്തായി 15 ആ 1 തൊട്ട് 10 വരെയുള്ള വായനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിലർ പറയും ഞാൻ അപ്പന് പണം അയച്ചു കൊടുക്കണമുണ്ട്, അത് മതി എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമൊക്കെ ഇല്ല. അമ്മയ്ക്ക് താലിമാൻ അല്ലെങ്കിൽ എന്താണ് നാടൻ മേടിച്ചു കൊടുക്കണുണ്ടല്ലോ, അതൊരു സാരി മേടിച്ചു കൊടുക്കണം. അതൊന്നും ഒരു പറ്റിയല്ല. സ്നേഹം തന്നെ കൊടുക്കണം അപ്പനെ അമ്മയെ. ദൈവം ആണ് അത് കൂട്ടിച്ച് തരുന്നത്. ഇനി വായിക്കില്ല. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അമ്മക്ക് വലിയൊരു അവകാശമുണ്ട്. മക്കളുടെ ആ മക്കളുടെ പെമ്മക്കളുടെ അമ്മയുടെ അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പുത്രന്മാരുടെ മേൽ. അപ്പൊ അമ്മ വിളിച്ച് അമ്മ പറഞ്ഞാൽ കേൾക്കണം. കല്യാണം കഴിക്കുന്നു പറഞ്ഞ് പോരാ, ഭാര്യയും ഭർത്താവുന്നാണ് നീ അതിന് വിട്ട് ഒന്നാമെന്നൊക്കെ പറഞ്ഞാൽ അമ്മ അധികാരമുണ്ട്. അതാണ്. പിന്നെ പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അപ്പൊ പിതാവിനെ ബഹുമാനിച്ചാലേ പാവ പ്രായശ്ചിത്തമാണ്. സംസാരിക്കാൻ പറയണേ 5 മാർക്കറിയാലോ എല്ലാ പാവം. ഇത് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ ഒന്നുകൂടി വായിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അപ്പൊ പറഞ്ഞാൽ മതി എന്റെ അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ ശരിക്കും ബഹുമാനിക്കാൻ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. കാരണം അതോടെ സ്നേഹം വന്നുപോയി. അവനെല്ലാം അനുഗ്രഹവും കൊടുക്കും. വലിയൊരു രഹസ്യമാണ്. ശരിക്കും പറയണമെങ്കിൽ ഇതൊരു കുറാശ എന്ന് തന്നെ പറയാം. കണ്ടോ? അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലേ? കണ്ടോ? നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, അവിടെ പറഞ്ഞു അല്ലേ? ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു കൗൺസിൽ ചെയ്യാനായിട്ട് ഒരു തിയോളജി വന്നു, പ്രൊഫസർ. അപ്പൊ കൗൺസിൽ ചെയ്യാൻ എന്നിട്ട് വീഡിയോ കോൾ കൊടുത്തിട്ട് അറിയാം പിന്നെ അറിയാം ഒരു വാളുണ്ട്, അതൊന്നും വെച്ച് കൊടുക്കാന്ന് കാര്യത്തിൽ 1 10 2 1 തൊട്ട് 3 വരെ ഇട്ട് കൊടുത്തു. ആർക്കും കൊടുക്കാം. എന്താണ്
നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഇത് പറഞ്ഞിട്ടും അറിയാമെന്ന് പറഞ്ഞ പിന്നെ തീർന്നു. അപ്പോഴാണ് നമ്മൾ 1 കൊറിന്തോസ് 14:24 വരണം. ഹൃദയവിരുദ്ധം പറയണം. കണ്ടോ, ഗ്രഹിക്കാൻ അതൊരായുധമാണ്. വചനമാളല്ലേ? അത് വായിക്കരുത്. ഹൃദയലേഖം പറയുമ്പോഴാണ് അടിയറക്കണം. അവരൊറ്റ ചോദ്യം ചോദിച്ചു. 25 കൊല്ലത്തിന് മുമ്പ് അപ്പനും അമ്മയും കൂടി നല്ല ഇടിയായിരുന്നാന്ന് ചോദിച്ചാൽ, അമ്മക്കിട്ട് നല്ലെണ്ണം ഇടിക്കുമായിരുന്നാന്ന് ചോദിച്ചപ്പൻ. അപ്പൊ ഇഷ്ടം പോലെ ഇടിക്കുമായിരുന്നു. ആ വൈരാഗ്യം തീർക്കാനാണ് ഞാൻ ആ സമയത്ത് 16 വയസ്സിൽ പോയി സെമിനാരിലോട്ട് പോയി കളഞ്ഞു. പിന്നെ അവിടെ പഠിച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് പഠിച്ച് പ്രൊഫസറായി. അപ്പൊ കൗൺസിൽ ചെയ്യാൻ വന്നപ്പോഴും ഗൗരവം സ്നേഹം മുഖം എങ്ങനെയിരിക്കും? കാർത്തിരിക്കും. 34-5 കായന്റെ മുഖം പോലെ ഇപ്പോഴാണ് ഓരോന്ന് പറയാൻ തുടങ്ങിയത്. അപ്പന്റെ പടം എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു വീട്ടിൽ. അപ്പോഴുള്ള വൈരായി. പക്ഷെ സ്നേഹം കിട്ടത്തില്ല. അത് കഴിഞ്ഞപ്പോ എല്ലാം തുറന്നു പറഞ്ഞു. അപ്പോഴാണ് കരയാൻ തുടങ്ങിയത്. സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പൻ എല്ലാ ദിവസവും നല്ലോണം അടിച്ചു വന്നിട്ട് കൂട്ടുകാരും കൂടി കുട്ടിയും പാർട്ടിയുമായിട്ട് സ്നേഹം കിട്ടാത്ത അവസ്ഥ വരും. ആ വരുന്ന അവസ്ഥയിലെ വൈരാഗ്യം തീർക്കുകയാണ്. അതുകൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, മെഡ്രാസിൽ നിന്നൊക്കെ മകന്റെ എത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. പറഞ്ഞില്ലേ, ചവപ്പട്ടി വരച്ചു വെച്ചിട്ട് RIP വെച്ചിട്ട് ന്യൂയോർക്കാണ് പ്രാർത്ഥിക്കാനായിട്ട്. ഇതുപോലെ അനേകം വരും. സ്നേഹം കിട്ടാത്തപ്പോ സാത്താമ്പർ എന്ത് പറയും? യാക്കോബ് 4:5 ദൈവം അപേക്ഷിക്കുന്നത് നമ്മുടെ ആത്മാവ് ദൈവം മറ്റവനും വിശ്വാസം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ ആ അച്ഛനോട് പറഞ്ഞു, ഈ പ്രാവശ്യം ക്രിസ്മസിന് വരുമ്പോ പോയി അമ്മയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അമ്മ വളരെ വയസ്സാണ്. കൂടെ നിന്ന് അടുക്കളയിലൊന്ന് സഹായിച്ചു കൊടുത്ത് അമ്മയ്ക്ക് സ്നേഹം കൊടുക്കാൻ പറഞ്ഞു. ആ സ്നേഹം കൊടുക്കുമ്പോ അമ്മയുടെ ഹൃദയം സ്നേഹം 1 പത്രോസ് 4:8 അനേകം പാപങ്ങളെ മറക്കും. സ്നേഹം, ഭയം എല്ലാം വിട്ടുപോകും. 1 യോഹന്നാൻ 4:18 1 കൊറിന്തോസ് 13 4 തൊട്ട് 8 വരെയുള്ള വായനത്തിൽ അതൊന്ന് വായിച്ചിട്ട് 1 കൊറിന്തോസ് 13 ഏറ്റവും വലിയ ലിറ്ററേച്ചറാണ്. അല്ല ഷേക്സ്പിയർ ഒന്നും അല്ല. എല്ലാവരും ഷേക്സ്പിയർ പാട്ടൊക്കെ പാടിയാണ്. അല്ലെ കുമാരനാശാനല്ല. ഇതാണ് വലുത്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. അവ ഈ സ്നേഹം വരുമ്പോ എല്ലാം അവിടെ വിട്ടുപോകും. അതാണ് സ്നേഹത്തിന്റെ കാര്യം. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം കരഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ചിരിച്ചു. ചിരിച്ചാൽ എന്താണ്? ഹൃദയം സ്വാതന്ത്ര്യമാകുകയാണ്.